ഓവറി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക്കും കുറച്ചുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം റെഗുലർലി മാമോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ബ്രാക്ക ജീൻ എന്ന് പറയും. അത് ഹെറിഡിറ്ററി ആയിട്ട് അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള ക്യാൻസേഴ്സാണ് ബ്രാക്ക ജീൻ. അത് ഈ നമ്മുടെ എല്ലാം ബോഡിയിൽ വരാവുന്ന ഒരു ജീനാണ്. അപ്പോൾ അത് വരുമ്പോൾ ബ്രസ്റ്റിൻ്റെ ഓവറിയൻ ക്യാൻസറിൻ്റെയും അളവ് കൂടും. അപ്പോൾ ഈ ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ എല്ലാ ഓവറിയൻ ക്യാൻസർ പേഷ്യൻറ്റിനും ബ്രാക്ക ജീൻ നോക്കണമെന്നാണ് നിയമം പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10% ആൾക്കാർക്കെല്ലാം ഈ ബ്രാക്ക ജീനിൽ പ്രശ്നം വരും. അങ്ങനെ വരുമ്പോൾ അവർക്ക് നമുക്ക് ഈ ബ്രസ്റ്റ് കൂടുതൽ ടെസ്റ്റ് ചെയ്യണം. പിന്നെ അവരുടെ ഫാമിലിയിൽ കൂടി കുറച്ചും കൂടി നമ്മൾ കെയർഫുൾ ആയിരിക്കാൻ പറയും. അങ്ങനെ അതെല്ലാം ഒരു ജനറ്റിക് കൗൺസിലിംഗ് കാര്യങ്ങളും അത്യന്താപേക്ഷിതമായ ഒരു ക്യാൻസറാണ് ഈ ഓവറിയൻ ക്യാൻസർ. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആരാണെങ്കിലും എന്തെങ്കിലും ഒരു സിംറ്റംസ് കണ്ടാൽ ഇപ്പോൾ അവർ ഓടി ഹോസ്പിറ്റലുകളിൽ പോവും, ഡോക്ടേഴ്സിനെ സമീപിക്കാറുണ്ട്. വരാതെ ഇരിക്കുന്ന സ്ത്രീകളെ സാർ കാണാറുണ്ടോ? ഫൈനൽ സ്റ്റേജിൽ വരുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരോട് സാറിന് എന്താ പറയാനുള്ളത്? കാരണം ഈ അവയവങ്ങളിൽ വരുന്ന ക്യാൻസർ എല്ലാം തന്നെ ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഏത് അവയവമാണെങ്കിലും ഇപ്പോൾ ഒരു തടിപ്പായിരിക്കാം, ബ്ലീഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വിട്ടുമാറാത്ത ചുമ, ഇങ്ങനെ എന്തെങ്കിലും അത് 1-2 ആഴ്ച കൂടുതൽ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു 60 വയസ്സിന് മുകളിലാണെങ്കിൽ മോസ്റ്റ് കോമൺ ക്യാൻസർ തന്നെ ആയിരിക്കാനാണ് സാധ്യത വരുന്നത്. പക്ഷെ പലപ്പോഴും ആൾക്കാർ വരുന്നില്ല. അത് ഒരു ഫാക്റ്റാണ്. പല കാരണങ്ങൾ കൊണ്ട്, പേടി കൊണ്ട്, ഒന്ന് അസുഖത്തിനെ പറ്റിയുള്ള പേടി, എനിക്ക് വേണം അതിലും കഷ്ടം ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള പേടി. അപ്പോൾ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയുള്ള പേടിയുടെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ആദ്യഘട്ടത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കുറവായിരിക്കും. ചെറിയൊരു തടിപ്പാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സർജറി മാത്രം മതിയോ. അത് വലുതാവും തോറും കീമോതെറാപ്പിയോ ബാക്കി ട്രീറ്റ്മെൻറ്റുകളെല്ലാം വേണ്ടി വരികയാണ്. അപ്പോൾ ഒരിക്കലും അവർക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നില്ല. അതെ, നാച്ചുറലി. പക്ഷേ അത് കുറച്ചുകൂടി അവയർനെസ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് ക്യൂർ ചെയ്യാൻ പറ്റും. മേ ബി ബ്രസ്റ്റ് ക്യാൻസറിലെ ചേഞ്ച് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഒരു 10-15 കൊല്ലം മുമ്പ് തുടങ്ങിയ സമയത്ത് ഒരു 50% കേസ് അല്ലെങ്കിൽ ഒരു 30-40% മാത്രമാണ് ഏർലി സ്റ്റേജിൽ വരാറുള്ളത്. ഇപ്പോൾ അത് കൂടി 70-75 എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഹോസ്പിറ്റലിലെല്ലാം കാണുന്നത് ഏർലി സ്റ്റേജ് ഒരു 70% ആയിട്ടുണ്ട്. ആൾക്കാർ ഒരുപാട് നേരത്തെ വരുന്നുണ്ട്, ചെറിയ സംശയം വരുമ്പോഴേ വരുന്നു. ഈവൻ ഇപ്പോൾ പലപ്പോഴും ഒരു വെറുതെ ചെക്കപ്പ് ചെയ്ത ആൾക്കാർക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. പക്ഷേ വെസ്റ്റിൽ ഈ 70 എന്നുള്ളത് ഒരു 90 എത്തിയിട്ടുണ്ട്. കാരണം അവർ കുറച്ചും കൂടി മേ ബി അവർ സ്ക്രീനിങ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ക്യാൻസേഴ്സിൽ സ്ക്രീനിങ് കുറച്ചും കൂടി നമ്പർ കൂട്ടും. കുട്ടികളുടെ ബ്രസ്റ്റും കുടലിലെ ക്യാൻസറിലെല്ലാം സ്ക്രീനിങ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. ഓവറി ആണെങ്കിൽ മേ ബി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ വയറ് വന്ന് വീർക്കുകയാണ്, ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഗ്യാസ് ആണെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുക. 1-2 ആഴ്ചയായിട്ടും കുറയുന്നില്ലെങ്കിൽ അസുഖമായിരിക്കാം. ഇപ്പോൾ ഒരു സ്കാൻ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എത്രയോ സ്ഥലങ്ങൾ സ്കാൻ ചെയ്യാൻ പറ്റും. അതുവഴിയൊക്കെ നമുക്ക് സുഖമായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ.